കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ അന്വേഷണ റിപ്പോർട്ടിനെതിരെ അതിജീവിത രംഗത്ത്. സംഭവസ്ഥലത്ത് ഇല്ലാതിരുന്ന ജൂനിയർ ഡോക്ടറുടെ മൊഴി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി എന്നാണ് പരാതി. തന്റെ പരാതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടന്നതായി റിപ്പോർട്ടിൽ ഇല്ല എന്നും അതിജീവിത ആരോപിച്ചു. അവര് എനിക്ക് കൊടുത്ത പരാതി പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ റിപ്പോർട്ട് കണ്ടിട്ട് അവർ എനിക്കെതിരെ പരാതി കൊടുത്തിട്ട് അവർ കണ്ടെത്തിയ പോലെയാണ് തോന്നുന്നത്. അല്ലാതെ എനിക്ക് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ ഞാൻ കൊടുത്ത പരാതിയിൽ അവർ അന്വേഷിച്ചിട്ട് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അതില് ഒരു പുതുതായിട്ട് ഒരു ഡോക്ടർ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഡോക്ടർ ഇല്ലായിരുന്നു. ആ ഡോക്ടറുടെ മൊഴി ഉണ്ട്. ആ ഡോക്ടർ വന്നിട്ടുണ്ട്. ആ ഡോക്ടർ മൊഴി ഉണ്ട്. പക്ഷെ ആ ഡോക്ടർ പറയുന്നതും പല കാര്യങ്ങളും നമുക്കൊരു വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ്. ആ ഡോക്ടർ മൊഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വിശ്വസിക്കാൻ പറ്റാത്ത മൊഴി തന്നെയാണ്. അവർക്ക് പലതും ഓർമ്മയില്ലാത്ത പോലെയാണ് അവര് പറയുന്നത് അതില്. അപ്പൊ നമ്മളൊരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാലോ എന്ന് കരുതിയിട്ടാണ് അവരോട് കൂടി സംസാരിച്ചിട്ട് നിയമപരമായിട്ട് പോവാന്ന് കരുതിയിട്ടാണ്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും. ഇപ്പോൾ അതിജീവിതയുടെ പ്രതികരണം കേട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കേസിലെ പരാതിക്കാരിയായ തനിക്കെതിരെയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് വായിച്ചാൽ അങ്ങനെയാണ് മനസ്സിലാകുന്നതെന്നാണ്. ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ അതിജീവിത നടത്തിയിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ? ആ സംഭവ സ്ഥലത്തില്ലാതിരുന്ന ഡോക്ടറുടെ അടക്കം മൊഴി എങ്ങനെ ഈ റിപ്പോർട്ടിൽ വന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രജിൻ, അതാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം. അതിജീവിത ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പരാതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ വെച്ച് പീഡനത്തിനിരയായ യുവതി തന്റെ മൊഴിയെടുത്ത ഡോക്ടർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ മെഡിക്കൽ കോളേജ് ACP ആയ K സുദർശൻ അന്വേഷണം നടത്തുന്നതും റിപ്പോർട്ട് സമർപ്പിക്കുന്നതും. ഈ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ 10 ദിവസത്തോളം അതിജീവിത സമരത്തിലിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഉത്തരമേഖല IG ഇടപെട്ടാണ് കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് കൈമാറിയത്. ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെ വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതിജീവിത രംഗത്തെത്തിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിലുള്ള പല കാര്യങ്ങളും വാസ്തവത്തിലുള്ളതല്ല, വസ്തുതാപരമായി ശരിയല്ല എന്നുള്ള കാര്യം അതിജീവിത ആരോപിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തനിക്കെതിരെ ഒരു പരാതി കൊടുത്ത രീതിയിലാണ് ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ തനിക്ക് മനസ്സിലാകുന്നത്. തന്റെ മൊഴിയെടുക്കുമ്പോൾ ഡോക്ടർ പ്രീതിക്കൊപ്പം ഒരു ജൂനിയർ ഡോക്ടർ ഉണ്ടായതായി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിട്ടില്ല. ഒരു ജൂനിയർ ഡോക്ടറും തനിക്കൊപ്പം ഉണ്ടായിരുന്നില്ല. PB അനിതയും ഡോക്ടർ പ്രീതിയുമാണ് ഈ സമയത്ത് തനിക്കൊപ്പം ഉണ്ടായിരുന്നത്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു പുനരന്വേഷണം ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് അതിജീവിത. പ്രജിൻ, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.